വായിക്കുന്നത്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. പഥ്യമായി ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 19 മുതൽ 22 വരെയുള്ളത് എലീശ എന്ന പ്രവാചകൻ ചെയ്യുന്ന രണ്ടാമത്തെ അത്ഭുതമാണ്. ആദ്യത്തെ അത്ഭുതം എലീശ ചെയ്ത ആദ്യത്തെ അത്ഭുതം തനിക്ക് വേണ്ടിയുള്ള അത്ഭുതമായിരുന്നു. ആ അത്ഭുതം അക്കരെ നിന്ന് ഇക്കരെ കടക്കാൻ വേണ്ടി ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് ആ യോർദാന്റെ മേൽ അടിച്ച് തനിക്ക് ഇക്കരെ കടക്കാൻ വേണ്ട അത്ഭുതമായിരുന്നു ആമേൻ ആദ്യം ചെയ്തത്. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ അത്ഭുതം തനിക്ക് വേണ്ടിയല്ല, ആ പട്ടണക്കാർക്ക് വേണ്ടിയാണ്. ഏത് പട്ടണം യെരിഹോവാണ്. യെരിഹോവിന്റെ മറ്റ് പേരുകൾ ഈന്ത നഗരം, ചന്ദ്ര നഗരം എന്നൊക്കെയാണ് അതിന്റെ പേര്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തമായി കിട്ടിയ ആദ്യത്തെ പട്ടണം അതാണ് യെരിഹോ. ഇസ്രായേൽ ജനത്തിന് ആദ്യമായി കിട്ടിയ വാഗ്ദത്ത ദേശം യോശുവയുടെ നേതൃത്വത്തിൽ പട്ടണത്തിന് ചുറ്റും ആർപ്പിട്ട് മതിലിടിഞ്ഞ് അവരവകാശമാക്കിയ പട്ടണമാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ഏലിയാവ് പോയാൽ ദൈവം മറ്റൊരാളെ ആക്കി വയ്ക്കുന്നു. ജനത്തെ അനാഥമായി വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലത്തും അങ്ങനെയാണ്. ശൗല് പോയപ്പോൾ ദാവീദ് വന്നു. ദാവീദ് പോയപ്പോൾ ശലോമോൻ വന്നു. ശലോമോൻ പോയപ്പോൾ രഹബെയാം വന്നു. അപ്പോ മോശ പോയപ്പോൾ യോശുവ വന്നു. യെശയ്യാവ് കഴിഞ്ഞ് യിരെമ്യാവ് വന്നു. ക്രോണോളജി വ്യത്യാസം കാണും, എങ്കിലും ഞാൻ പുസ്തകക്രമത്തിൽ ഇത് പറയുകയാണ്. പൗലോസ് കഴിഞ്ഞപ്പോൾ തിമോത്തിയോസ് വന്നു. ആമേൻ. ശീലാസ് വന്നു. തീത്തോസ് വന്നു. അപ്പോ ഒരിക്കലും ദൈവവേല മുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ജനത്തിന്റെ വിഷയങ്ങൾക്ക് പരിഹാരത്തിനാണല്ലോ ദൈവദാസന്മാരെ ദൈവമാക്കുന്നത് ഭൂമിയിൽ. അതിന്റെ അർത്ഥം ജനത്തിന്റെ വിഷയം മുടങ്ങത്തില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ പദ്ധതി മുടങ്ങത്തില്ല. അപ്പൊ എന്താകും ഫ്യൂച്ചർ, ഇനി ആരുമില്ല എന്നൊന്നും ആരും വിചാരപ്പെടേണ്ട കാര്യമില്ല. വേല ദൈവത്തിന്റെ ആയതുകൊണ്ട്, ജനം ദൈവത്തിന്റെ ആയതുകൊണ്ട്, സഭ ദൈവത്തിന്റെ ആയതുകൊണ്ട്, ആമേൻ, സ്തോത്രം, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഏലിയാവ് കഴിഞ്ഞാൽ എലീശ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കണ്ട. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറി, പക്ഷേ എലീശ പ്രാപ്തനായി മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യെരിഹോ പട്ടണത്തിൽ ഏലിയാവ് യോർദാൻ കഴിഞ്ഞ് തിരിച്ച് കയറി വരുന്നത് യെരിഹോ പട്ടണത്തിലോട്ടാണ്. ആ പട്ടണക്കാരിപ്പോ എലീശയുടെ അടുക്കൽ വരികയാണ്.
ന്യായമായിട്ട് നമ്മള് 6-ാം അധ്യായം വായിക്കുമ്പോ ഈ പ്രവാചക ശിഷ്യന്മാര് വന്ന് എലീശായോട് പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണ് എന്ന് യജമാനൻ കാണുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ വീടിന്, ഞങ്ങളുടെ ഹോസ്റ്റലിന്, അങ്ങനെ പറയണം, ഞങ്ങളുടെ സ്തോത്രം താമസ സൗകര്യം ഹോസ്റ്റല് തീരെ മോശമാണ്, ഇടുക്കമാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ വിശാലമാക്കാൻ വേണ്ടി ഞങ്ങൾ മരം വെട്ടാൻ പോവാണ്, ഞങ്ങളുടെ കൂടെ വരണം. പക്ഷെ അതിന് 4 അധ്യായം കൂടെ കഴിഞ്ഞ് 5 അധ്യായം കൂടെ കഴിയേണ്ടി വന്നു. സ്തോത്രം. അപ്പൊ കാര്യം അവരെയും മസിൽ പിടിച്ചിരിക്കുകയാണ്. ആര്? പ്രവാചക ശിഷ്യന്മാർ. കാരണം എന്താണ്? അവരുടെ തലയില് കുറെ തിയോളജി കയറിയിട്ടുണ്ട്. അപ്പൊ ബഥേലിലെ പ്രവാചക ശിഷ്യന്മാരും യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാരുമെല്ലാം സ്തോത്രം, അവർക്ക് ഈ ആത്മീയ വിടുതൽ പ്രധാനമല്ല, ഒരു ഡിഗ്രി സമ്പാദിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു ഡിഗ്രി കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ആ വിടുതൽ ആവശ്യമുണ്ടായിരിക്കെ അവര് വരാൻ മടിച്ച് നിൽക്കുമ്പോൾ പട്ടണക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഏലിയാവിൽ വ്യാപരിച്ച ശക്തി പോലെ തന്നെ അവർക്ക് അളക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ശക്തി എലീശായിൽ വ്യാപരിക്കുന്നു എന്ന് ആ പട്ടണക്കാർക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ മറ്റൊരു തലം കൂടെ പറയാം. ദൈവം വാഗ്ദത്തമായി കൊടുത്ത ദേശം നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശം നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഏലിയാവിലൂടെ നടക്കാത്തത് എലീശായിലൂടെ ദൈവം നടത്തും. ഒരു പീരീഡിൽ നടക്കാത്തത് അടുത്ത പീരീഡിൽ ദൈവം നടത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മാവ് തരുന്ന ദൂതുകളും പ്രകാശനങ്ങളുമാണ് വേദഭാഗം. എനിക്ക് നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ്. ഞാൻ പകൽ വളരെ തിരക്കിലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും വൈകിട്ട് വന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ട ദൂത് ഇതിലൂടെ ഇവിടെ വരും. ഞാൻ രാവിലെ ധ്യാനിച്ചത് കൊരിന്ത്യർ ലേഖനമാണ്. സ്തോത്രം. പക്ഷെ എനിക്ക് ഇവിടെ ഈ ഭാഗവും വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശനം അനുസരിച്ച് ആത്മാവ് നമുക്ക് ദൂത് നൽകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ജനം ദൈവത്തിൻ്റെതാകയാൽ, ദേശം ദൈവത്തിൻ്റെതാകയാൽ, ദേശം എന്നേക്കുമായി നശിക്കാനും ജനം എന്നേക്കുമായി നശിക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏലിയാവിന്റെ കാലത്ത് നടക്കാത്തത് ഇവിടെ യെരിഹോവിൽ എലീശായുടെ കാലത്ത് ദൈവം ചിലത് ചെയ്യുകയാണ്. എലീശായുടെ കാലത്ത് ദൈവം ചിലത് ചെയ്യുകയാണ്. അപ്പൊ ദൈവദാസന്മാർ വിശ്വസിക്കേണ്ടത്, ഏലിയ വിചാരിച്ചിട്ട് നടന്നില്ല, ഇനിയിപ്പോ ഞാൻ വിചാരിച്ചിട്ട് നടക്കുമോ എന്നല്ല. ഏലിയാവിനെ കൊണ്ട് ചെയ്യാത്തത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ, എലീശായെ കൊണ്ട് ചെയ്യിച്ചതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. ഇനി ജനം, പട്ടണക്കാര് വിചാരിക്കുക, എടാ ഏലിയാവ് ഉണ്ടായിട്ട് നടന്നില്ല. സ്വതന്ത്രം. പുള്ളി കർമ്മേലിൽ പോയി ഭയങ്കര യാഗമൊക്കെ നടത്തി മഴ വീഴ്ച പുള്ളിയാ. സ്വതന്ത്രം. പുള്ളി ഇവിടെ ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോ പുള്ളിയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഈ എലീശാ വിചാരിച്ച എന്നാ നടക്കാനാ എന്നൊന്നും ആ പട്ടണക്കാര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. ആരെ? എലീശായെ. മനസ്സിലാവുന്നുണ്ടോ? ഈ പല ആളുകളും അയാൾക്ക് അത്രയൊക്കെ പറ്റൂ, അയാളെ കൊണ്ട് അതേ നടക്കൂ എന്ന് പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആ പട്ടണക്കാര് തുറന്ന മനസ്സോടെ സ്തോത്രം വന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോർദാൻ പിരിഞ്ഞ ഏക അത്ഭുതം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഒരാളിനെ ക്രൂസേര് വിളിക്കണമെങ്കിൽ യൂട്യൂബിൽ അടിച്ച് 12 പ്രസംഗം കേട്ടിട്ടേ വിളിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ വേറൊരാളിനെ പരിചയപ്പെടുത്തിയാൽ യൂട്യൂബിൽ അടിച്ചിട്ട് 12 പ്രസംഗം കേൾക്കും. എന്നിട്ടേ വിളിക്കത്തുള്ള ആളിനെ, കൺവെൻഷന്, ക്രൂസേഡിനെ. പക്ഷെ ഇവിടെ യൂട്യൂബിലൊന്നും മെസ്സേജ് ഇല്ല. സ്തോത്രം. ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ അത്ഭുതം തനിക്ക് വേണ്ടിയായിരുന്നു യോർദാൻ വറ്റിച്ചത്. പക്ഷെ ദേശക്കാർക്ക് യൂട്യൂബ് നോക്കണ്ട, ഫേസ്ബുക്ക് കാണണ്ട, പോസ്റ്ററും ബാനറും ഫ്ലെക്സും വേണ്ട. അവർക്ക് ആഴമേറിയ ഒരു വിശ്വാസം വന്നു. എലീശായിൽ ഒരു ശക്തി വ്യാപരിക്കും. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവര് വന്ന് കാര്യം എലീശായോട് പറയുകയാണ്. എന്താ അവര് പറഞ്ഞത്?
യജമാനെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതാണെന്ന് യജമാനൻ കാണുന്നല്ലോ. കാര്യം ഇവരൊക്കെല്ലാം ഒന്നിച്ചൊരുപോലെ കാണാൻ പറ്റുന്നതാണ് ഈ പട്ടണം. അപ്പൊ അതിന്റെ ഇരിപ്പ് മനോഹരമാണ്. എല്ലാവർക്കും മതിലില്ല, എല്ലാ പട്ടണങ്ങൾക്കും മതിലില്ല. എന്നാൽ എരിഹോവ, താനാക്ക്, ബത്ശയാൻ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾക്ക് മാത്രമാണ് പുരാതന കാലങ്ങളിൽ മതിലുണ്ടായിരുന്നു. സ്തോത്രം. നിനവേ പട്ടണത്തിന് മതിലുണ്ടായിരുന്നു, എരിഹോ പട്ടണത്തിന് മതിലുണ്ടായിരുന്നു, ഇതിന് മതിലുണ്ടായിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പട്ടണം മതിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ക്ലിയർ ആണെന്നുള്ളതാണ്. സ്തോത്രം. നല്ല ഒരു സെറ്റപ്പ് ഉള്ള പട്ടണമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂട്ടിഫുൾ. കാണാൻ ഗംഭീരമാണ്, കാണാൻ ഗെറ്റപ്പ് ഉള്ളതാണ്. സ്തോത്രം. ചിലരുടെ വീട് കാണാൻ നല്ല ഗെറ്റപ്പാണ്, ചിലരുടെ വണ്ടി കാണാൻ നല്ല ഗെറ്റപ്പാണ്, മനോഹരമാണ്. ചിലരുടെ തോട്ടം കാണാൻ മനോഹരമാണ്, ചിലരുടെ പേഴ്സണാലിറ്റി കാണാൻ മനോഹരമാണ്, ചിലരുടെ ചിലരുടെ ഒപ്പ് കാണാൻ ഭയങ്കര ആമേൻ ആസ്വാദനം ഉണ്ടാകുന്നതാണ്. ചിലരുടെ ഹല്ലേലൂയ തലമുറകളെ കാണാൻ, അവരുടെ ഗ്ലാമർ കാണാൻ സ്തോത്രം മനോഹരമാണ്. പക്ഷെ ഈ പുറമേ ഉള്ള മനോഹാരിത കൊണ്ട് അകത്തിന് ഒരു സുഖവും വരത്തില്ല, ഒരു സ്വസ്ഥതയും വരണമെന്നില്ല, സമാധാനം വരണമെന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്നതും ആ ആ, എല്ലാം മുഖം മിനുക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ഭാഷയാണ് മുഖം മിനുക്കുക. അപ്പൊ വീടിന്റെ അകം കുളമാണെങ്കിലും ചിലര് വളരെ നല്ല പെയിന്റ് അടിച്ച് വീടിന്റെ ഫ്രണ്ടും ആമേൻ മേക്കൂരയൊക്കെ അങ്ങ് റെഡിയാക്കും. കാരണം എന്താണെന്നറിയാമോ? പുറമേ നിന്ന് കാണുന്ന ഒരു ഗംഭീരമാണെന്ന് പറയണം. അതുപോലെയാണ്. അപ്പോ ചില ആളുകളുടെ ശരീരം അതുപോലാണ്, ഗംഭീരമാക്കും. പുറമേ നിന്നാൽ നല്ലതാണ് തോന്നും, പക്ഷേ അതിനകത്ത് ഒരുപാട് പുട്ടിയിട്ട് അത് നന്നായിട്ട് മിനുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് മനോഹരമായിട്ട് തോന്നുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പുറമേയുള്ള മനോഹാരിത കൊണ്ട് നമ്മുടെ അകത്ത് ഒരു സ്വസ്ഥത പലരുടെയും ജീവിതത്തിലില്ല. ആമേൻ. അപ്പൊ ഇവര് പറയുന്നത് മനോഹരമായ പട്ടണമാണ് യജമാനനെ, പുറമേ നോക്കിയ ഒരു കുഴപ്പമില്ല. സ്തോത്രം. പക്ഷേ എന്താണ് അവിടുത്തെ വിഷയം? വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ആണെന്നാണ്. രണ്ട് കാര്യമാണ്. ഒന്ന് വെള്ളമാണ്. ഏത് പട്ടണത്തിനും ഏത് ഗ്രാമത്തിനും വേണ്ടത് ആമേൻ വെള്ളമാണ്. വെള്ളത്തിന്റെ കാര്യം മുട്ടിയാൽ എല്ലാം മുട്ടും. സ്തോത്രം. ഹല്ലേലൂയ. കുടിക്കാനും കുളിക്കാനും വേണ്ടത് വെള്ളമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാചകം ചെയ്യാൻ വേണ്ടത് വെള്ളമാണ്. വാഹനം കഴുകാൻ വേണ്ടത്, കഴുതയും കാളയും കുളിപ്പിക്കാൻ വേണ്ടത് വെള്ളമാണ്. സ്തോത്രം. തുണി കഴുകാൻ വേണ്ടത് വെള്ളമാണ്. മിനറൽ വാട്ടർ വെള്ളമാണ്. ജ്യൂസ് അടിക്കാൻ വേണ്ടത് വെള്ളമാണ്. സ്തോത്രം. അരി വെക്കാൻ വേണ്ടത് വെള്ളമാണ്. ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടത് വെള്ളമാണ്. അപ്പൊ വെള്ളം ഇല്ലാതെ പോയാൽ എല്ലാം പോയി. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അടിസ്ഥാനപരമായ വിഷയത്തിനാണ് കേട് വന്നിരിക്കുന്നത്. വെള്ളം ഉണ്ട്, പക്ഷെ ചീത്തയാണ്. ചീത്ത എന്ന് പറഞ്ഞാൽ കേടാണ്. പിന്നെ രാത്രിയിൽ നിങ്ങളുടെ വീടിനകത്തെ ചില അടിസ്ഥാന വിഷയത്തിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിക്കകത്ത് ചില അടിസ്ഥാന വിഷയത്തിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നന്മയ്ക്കകത്ത് ചില അടിസ്ഥാന വിഷയത്തിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഹാർട്ട് പോലെ, ലിവർ പോലെ, സ്തോത്രം, ശരീരത്തിന്റെ അസ്ഥി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയത്തിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ, അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ, അതിനൊരു വിടുതലില്ലാതെ നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതം, ആരുടെയും ജീവിതത്തിന് സ്വസ്ഥത വരത്തില്ല.
ഹല്ലേലൂയ. തോന്നുന്നു മനസ്സിലാവുന്നവരൊന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത്, നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്റെ വീടിനകത്തെ അടിസ്ഥാനപരമായ വിഷയത്തിന്, എന്റെ ദേശത്തെ അടിസ്ഥാന വിഷയത്തിനും, എന്റെ സഭയിലെ അടിസ്ഥാനപരമായ വിഷയത്തിനും, എന്റെ തലമുറകളിലെ അടിസ്ഥാനപരമായ വിഷയത്തിനും, എന്റെ ജോലിയിലെ അടിസ്ഥാനപരമായ വിഷയത്തിനും, എന്റെ ശമ്പളത്തിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിനും, എന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിന് വിടുതൽ തരാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആമേ. അല്ലാതെ പട്ടണത്തിന്റെ മനോഹാരിത പറഞ്ഞിട്ട്, വീടിന്റെ മനോഹാരിത പറഞ്ഞിട്ട്, ആമേൻ, ആളിന്റെ സൗന്ദര്യം വർണ്ണിച്ചിട്ട്, വാഹനത്തിന്റെ മോഡല് പറഞ്ഞിട്ട്, അതിന്റെ പെയിന്റിന്റെ നിറം കണ്ടിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായ ആന്തരികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവനപരമായ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിനാധാരമായ വെള്ളം ശരീരത്തിൽ 2/3 വെള്ളമാണെന്നറിയാമോ? സ്തോത്രം. ലോകത്തിന്റെ 2/3 വെള്ളമാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. കരയല്ല കൂടുതല്, വെള്ളമാണ് കൂടുതല്. കടലാണ് കൂടുതല്. ശരീരത്തിൽ 2/3 വെള്ളമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത് ഒരു മനുഷ്യൻ 8 ഗ്ലാസ് വെള്ളമെങ്കിലും, 8 ലിറ്റർ ആണോ ഗ്ലാസ് ആണോ എന്ന് ഓർമ്മയില്ല, എന്തായാലും അത്രയും വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. ഷുഗറുകാര് അതിനേക്കാളും കൂടുതൽ കുടിക്കുന്നത് നല്ലതാന്നാ പറയുന്നത്. സ്തോത്രം. ആമേൻ. അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചില അടിസ്ഥാനപരമായ വിഷയത്തിന് വിടുതൽ ഉണ്ടാകാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ വേറെ ഭാഷ ഞാൻ പറയാം, ബെലോസ്തോ ഭാഷ തന്നെയാണത്. വെച്ച് ഞെക്കിക്കഴുകാതെ, ഞെക്കിക്കഴുകാതെ, വെച്ച് കെട്ടാതെ, അടി മുതൽ മുടി വരെ ഒരു സൗഖ്യമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, ലഘുവായുള്ള ചികിത്സ മാറ്റിയിട്ട് വചനത്താൽ യിരെമ്യാവിനെ പോലെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ അകത്തെ ആന്തരികമായ കേട് മാറിയിട്ട് ഒരു സൗഖ്യം വെളിപ്പെട്ടു വരാൻ ദൈവമിടയാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ ചിലതിന്റെ മനോഹാരിത കണ്ട് മയങ്ങിപ്പോകരുത്. അതിനകത്ത് ഹൃദയമുടക്കി നിൽക്കരുത്. അടിസ്ഥാനപരമായ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അപേക്ഷയുമാണ് നമ്മൾ ഉയർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത പറയാം. ഈ എസ്തേർ മൊർദെഖായിയുടെ ഉപവാസം കണ്ടപ്പോ, ആ രട്ടുടുത്ത വസ്ത്രം കണ്ടപ്പോ, ഇനി ചെന്നവൻ, എന്റെ കൈ ക്യാമറ ഉണ്ടെങ്കിൽ, അന്ന് ക്യാമറ ഇല്ലെന്ന് നമുക്കറിയാം, എങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ഈ പറഞ്ഞു വിട്ട ആള് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും കൂടെ, മൊർദെഖായിയുടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ, അദ്ദേഹം ധരിച്ചിരിക്കുന്നത് വിലാപ വസ്ത്രമാണ്, സാക്ലോത്താണ്. നല്ല ഉടുപ്പല്ല അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇത് കാണിച്ചപ്പോ എസ്തേർ എന്നറിയാമോ, കൊട്ടാരത്തിൽ രാജാവിനിടാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നല്ല സൂപ്പർ സ്വോത്രം ഷർട്ട് 2 ബ്രാൻഡ് എടുത്ത് മടക്കി, സ്വോത്രം, അച്ചാച്ചന് ഇനിയും പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മാച്ചന് സ്വോത്രം ഹല്ലേലൂയ കൊടുത്തു വിട്ടു. ഈ എസ്തേറിന്റെ മൊർദെഖായിയുടെ അടുക്കിലേക്ക് ഭൃത്യൻ മടങ്ങി വന്നപ്പോ ഈ ഉടുപ്പ് കൊടുത്തപ്പോ, ഈ ഉടുപ്പിനകത്ത് ആര് വീണില്ലെന്നറിയാമോ? മൊർദെഖായി വീണില്ല. എന്തായാലും ഈ ഉപവാസം കഴിഞ്ഞ് ബ്രാൻഡ് 2 ഷർട്ട് കിട്ടിയല്ലോ, ദൈവം എത്ര വിശ്വസ്തനാന്ന് പറഞ്ഞിട്ട് മൊർദെഖായി അതിനകത്ത് ഒതുങ്ങിയില്ല. ചിലർക്ക് ഉപവാസം കഴിഞ്ഞാൽ 2 ഉടുപ്പ് കിട്ടിയാലും മതി. പക്ഷെ അങ്ങനല്ല. കൊണ്ടുകൂടി നിന്റെ ഉടുപ്പ്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതുപോലെ അവന്റെ കൈ കൊടുത്തു വിട്ടു. കിട്ടിയോ? ഈ ഉടുപ്പ് അങ്ങ് തിരിച്ച് എന്നപ്പോഴാണ് എസ്തേറിന്റെ അകം കാളിയത്. മനസ്സിലാവുന്നുണ്ടോ? എടാ, ഞാൻ കൊടുത്തു വിട്ട ഉടുപ്പ് അങ്ങേര് വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊരു ചെറിയ വിഷയമല്ലല്ലോ, ഭയങ്കരമായ
ഒരു വിഷയമാണ് വന്നിരിക്കുന്നതെന്ന് കരുതി ഗൗരവമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ പിടികിട്ടി, അവളെയും ഉൾപ്പെടെ മർത്തേക്കായി ഉൾപ്പെടെ സകല യഹൂദനെയും കൊന്നുകളയാനുള്ള കൽപ്പനയാണ് ആര് കൊടുത്തിരിക്കുന്നത്? ഹാമാൻ രാജാവിന്റെ അറിവോടെ. അപ്പൊ മനസ്സിലായി, ചുമ്മാതല്ല ഈ ഉടുപ്പിന്റെ റിജക്ഷൻ. അതുകൊണ്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് 3 ദിവസം ബാല്യക്കാരത്തികളെയും കൂടെ കൂട്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ചില പുതിയ ഉടുപ്പോ, ചില പുതിയ നന്മയോ, ചില പുതിയ നോട്ടോ, ചില പുതിയ സാരിയോ, ചില പുതിയ ചുരിദാറോ, ഇതിനകത്ത് നമ്മുടെ അടിസ്ഥാനപരമായ വിടുതൽ ഒതുക്കിക്കളയാൻ അനുവദിക്കരുത്. അടിസ്ഥാനപരമായ വിടുതൽ എന്താണോ അത് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ചില വിടുതലുകൾ കിട്ടിയത് കൊണ്ട് അതിനകത്ത് തൃപ്തിപ്പെടരുത്. നമ്മുടെ വിടുതൽ ദൈവത്താൽ തൊടേണ്ട തലമുറയെ തൊട്ട്, തൊടേണ്ട ആളിനെ തൊട്ട്, തൊടേണ്ട വിഷയത്തെ തൊട്ട്, തൊടേണ്ട നിയമത്തെ തൊട്ട്, തൊടേണ്ട രോഗത്തെ തൊട്ട്, തൊടേണ്ട ബന്ധനത്തെ തൊട്ട്, തൊടേണ്ട അധികാരികളെ തൊട്ട്, തൊടേണ്ട രാജ്യത്തെ തൊട്ട് നമ്മുടെ വിഷയത്തിന് വിടുതലുണ്ടാകാൻ ഞാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലതിനകത്ത് കണ്ണ് മഞ്ഞളിച്ച് അതിനകത്തുടക്കിയിട്ട് അടിസ്ഥാനപരമായ വിടുതൽ മറന്നു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ശക്തിയോട് ആത്മാവിൽ ഫോക്കസ് ചെയ്ത് മെയിൻ വിഷയം കണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ വാസ്തവം പറഞ്ഞാൽ ഈ പട്ടണക്കാര് സുബോധമുള്ളവരാണ് കേട്ടോ. പട്ടണക്കാര് സുബോധമുള്ളവരാണ്, അവിടെയുള്ള ജനം. അതുകൊണ്ടാണ് ആ വിഷയം കൊണ്ടുവന്നത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, വെള്ളം ചീത്ത, ദേശം ഗർഭനാശകം എന്ന് പറയുകയാണ്. ഈ സ്തോത്രം, ഗർഭനാശം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയിൽ, ഒരു കുടുംബത്തിലെ വിഷയമല്ലേ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ അതാണ്. പക്ഷെ ഇവിടെ ദേശം ഗർഭനാശകം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ഒരു വീട്ടിലെ വിഷയമല്ല. ആമേൻ. പല വീടുകളിലും ജനിക്കേണ്ടത് ജനിക്കുന്നില്ല. ദേശം ഗർഭനാശം എന്ന് പറയുമ്പോൾ പല വീട്ടിലും, അക്ഷരീയമായി പറഞ്ഞാൽ പല വീട്ടിലും തലമുറയുടെ വിഷയം ചീത്തയായി പോവുകയാണ്. തലമുറ പൂർണ്ണമാകുന്നില്ല, അതിന്റെ വളർച്ച. സ്തോത്രം. അത് പുറത്തു വരുന്നില്ല, അത് വളരുന്നില്ല, അത് പ്രയോജനപ്പെടുന്നില്ല. തലമുറകൾ ഉദരത്തിൽ വെച്ച് നശിക്കുന്നു. തലമുറകൾ ജനിച്ചു വീണ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. നമ്മുടെ വ്യാഖ്യാനം ഇന്നത്തെ. സ്തോത്രം. തലമുറകൾ യൂത്തിൽ എത്തുന്നില്ല, ടീനേജിൽ തകരുന്നു. സ്തോത്രം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആത്മീയമായി തകരുന്നു, ഭൗതികമായി തകരുന്നു. ദേശം ഗർഭനാശം എന്ന് പറയുമ്പോൾ അക്ഷരികമായി തലമുറകളുടെ നാശമാണ്. രണ്ടാമതൊരർത്ഥം കൊടുത്താൽ തെങ്ങ് കായ്ക്കുന്നില്ല, ഗർഭനാശം. ആട് പ്രസവിക്കുന്നില്ല, ഗർഭനാശം. ഹലോ, സ്തോത്രം. നല്ല മാങ്കോസ്റ്റിനെ നട്ടത്, പക്ഷേ കിട്ടുന്നില്ല, ഗർഭനാശം. നല്ല സ്തോത്രം, ഹല്ലേലൂയ. വിത്ത വിതച്ചത്, പക്ഷെ കിട്ടുന്നില്ല, ഗർഭനാശം. കൂടിയ പശുവിനെയാ വാങ്ങിച്ചത്, പക്ഷെ പാല് കറക്കാൻ പറ്റുന്നില്ല, ഗർഭനാശം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയതൊന്നും ജനിക്കുന്നില്ല, പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. ഗർഭനാശം എന്ന് പറയുന്നത് അതാണല്ലോ, പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. പഴയ ആ സാധനമായിട്ടിരിക്കുക, പഴയ ആ കുറ്റിയുമായിട്ടിരിക്കുക, പഴയ അവസ്ഥയുമായിട്ടിരിക്കുക, പഴയ ജോലിയുമായിട്ടിരിക്കുക, പഴയ നന്മയുമായിട്ടിരിക്കുക. ഹലോ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. ജനന വിഷയങ്ങളിൽ കേടുവന്നിരിക്കുന്നെങ്കിൽ, പുതിയതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, പുതിയതൊന്നും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, പുതിയതൊന്നും വെളിപ്പെട്ടു വരുന്നില്ലെങ്കിൽ, പുത്തൻ പ്രോജക്റ്റ് വരുന്നില്ലെങ്കിൽ, പുത്തൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ, പുത്തൻ ജനനം നടക്കുന്നില്ലെങ്കിൽ, പുത്തൻ ക്രയവിക്രയം നടക്കുന്നില്ലെങ്കിൽ, ആ ദേശം, ആ കുടുംബം, സഭ, ഇതെല്ലാം ഗർഭനാശം.
എന്ന് പറഞ്ഞാൽ പുതിയ ആത്മാക്കൾ സഭയിൽ വരുന്നില്ലെങ്കിൽ ആ സഭയിൽ ഗർഭനാശം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞ കുടുംബത്തിനകത്ത് തലമുറ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഗർഭനാശമാണ്. ഹലോ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? ദേശത്ത് പല സഭകളിലും പുതിയ ആത്മാക്കൾ സ്നാനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആണ് ഗർഭനാശമുള്ള ദേശമാ, ഗർഭനാശമുള്ള ദേശമാ. ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ രണ്ട് വിഷയവും ചെറിയ വിഷയമല്ല. വെള്ളത്തിന്റെ വിഷയം അടിസ്ഥാനപരമായ വിഷയമാണ്. ശരീരത്തിൽ 2 വെള്ളമാണ്, ഭൂമിയിൽ 2 വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ല. ആകാര് കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞു. വെള്ളമാണ് അവളെ ജീവിപ്പിച്ചത്, ഉറവയാണ് അവളെ ജീവിപ്പിച്ചത്. ശിംശോൻ ഞാൻ ഈ ഫെലിസ്ത്യരുടെ കയ്യിൽ വീണ് മരിക്കണമോ, വെള്ളം കുടിക്കാതെ എന്ന് ചോദിച്ചു. അവിടെ ഉറവ പിളർന്നാണ് ശിംശോൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. വെള്ളമില്ലെങ്കിൽ ശിംശോൻ ദാഹിച്ച് മരിച്ചു വീഴുമായിരുന്നു. അതിൽ കൂടുതൽ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായതാണ് വെള്ളം. 2, പുതിയ ജനനം, പുതിയ പ്രൊഡക്ഷൻ. സോപ്പിന്റെ പുതിയ പ്രൊഡക്ഷൻ. ആട്ടയുടെ പുതിയ പ്രൊഡക്ഷൻ, അരിയുടെ പുതിയ പ്രൊഡക്ഷൻ, വണ്ടിയുടെ പുതിയ പ്രൊഡക്ഷൻ. എന്തിന്റെയും പുതിയത് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ പേര് ഗർഭനാശം എന്നാണ്. ഗർഭനാശം. ഈ 2 തോന്നും മനസ്സിലായവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹലോ 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 ഹലോ. സ്റ്റക്കാണോ അതോ നിങ്ങൾ സ്റ്റക്കായിരിക്കാണോ അതോ ഡിവൈസ് സ്റ്റക്കാണോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ഡിവൈസ് അല്ല, നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദേശം വാഗ്ദത്ത ദേശമാണ്. ഇത് ആദ്യം ഇസ്രായേലിന് കൊടുത്ത പട്ടണമാണിത്. അവിടുത്തെ സ്ഥിതി ഇതാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഇസ്രായേലി കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും പൊക്കവുമുള്ള ദേശത്തെ പട്ടണത്തെ അവകാശമാക്കാൻ പോകുന്നു. പക്ഷേ നീ ഭയപ്പെടരുത്, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപാകെ പോകുന്നു. ദൈവം പറഞ്ഞതാണ്, നമ്മൾ മറക്കരുത്. 2, സ്തോത്രം, ഹല്ലേലൂയ. 2, യെരിഹോ കോട്ട ഇടിക്കാൻ ദൂതനെ ദൈവം നേരിട്ട് അയച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൂതൻ ഇറങ്ങി കോട്ടയിടിച്ച് ദേശം അവകാശമാക്കി കൊടുത്തതാണ് യെരിഹോവ്. ഹല്ലേലൂയ. അവിടെയാണ് ഈ പ്രതിസന്ധി വന്നത്, നമ്മൾ മറക്കരുത്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? IPCയിലെ കെ അബ്രഹാം സാറിന്റെ സ്തോത്രം, കുമ്പനാടും പ്രതിസന്ധി ഉണ്ടാകാം. പുനലൂരെ കുഞ്ഞമ്മൻ സാറിന്റെ അല്ലെങ്കിൽ AC ശാമുവലിന്റെ അവിടെയും പ്രതിസന്ധി ഉണ്ടാകാം. ഷാരോൺ തോമാച്ചാന്റെ തിരുവല്ലായിലും പ്രതിസന്ധി ഉണ്ടാകാം. വാഗ്ദത്തമായിട്ട് ആദ്യം കിട്ടിയ രാജ്യത്തെ, ദേശത്തെ വിഷയമാണ് ഇവിടെ കാണുന്നത്. ദേശം ഗർഭനാശം, വെള്ളം ചീത്ത. ഹലോ. അപ്പം ദൈവമില്ലാഞ്ഞിട്ടല്ല, വാഗ്ദത്തമില്ലാഞ്ഞിട്ടല്ല. ഒരു പീരീഡ് കഴിയുമ്പോൾ വാഗ്ദത്തമുള്ള ജനത്തെ തകർക്കാൻ, അവരുടെ ഉപജീവന മണ്ഡലത്തെ ഇല്ലാതാക്കാൻ, അവരുടെ വർധനവിനെ തകർക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ ദേശത്തെ നന്മകളിൽ കൈവയ്ക്കും കൈവയ്ക്കും കൈവയ്ക്കും. അതാണ് നമ്മൾ വായിക്കുന്നത്. അത് പറയുമ്പോ വിലാപങ്ങളുടെ പുസ്തകമാണ് മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത്. വൈരി സകല മനോഹര വസ്തുക്കളുടെ മേലും കൈവച്ചിരിക്കുന്നു എന്നൊരു പ്രയോഗമാണ്. വൈരി സഭയുടെ സകല മനോഹര വസ്തുക്കളുടെ മേലും കൈവച്ചിരിക്കുന്നു. അപ്പൊ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്. വിലാപങ്ങൾ 1:10 ഞാൻ പറയുന്നത്. വൈരി അവരുടെ സകല മനോഹര വസ്തുക്കളുടെ മേലും കൈവച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ വെള്ളം ഏറ്റവും നല്ല സാധനമാണ്, അതിനെ കൈവച്ചു. ദേശത്തെ കുടുംബങ്ങളിൽ, തലമുറകളിൽ അതിനെ കൈവച്ചു. അങ്ങനെ വെള്ളം ചീത്തയായി, ദേശം ഗർഭനാശകമായി. സ്തോത്രം.
പക്ഷെ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തളിക പുതിയത് അവിടെ കാണും. സ്തോത്രം. ഉപ്പും അവിടെ കാണും. എന്നാൽ ഹല്ലേലൂയ, അത് ആത്മാവിന്റെ നിയോഗമനുസരിച്ച് അഭിഷേകമുള്ളവരുടെ ആമേൻ ആലോചന അനുസരിച്ച് ദൈവമാക്കി വെക്കുന്നവരുടെ ആമേൻ പ്രതിനിധി എന്നുള്ള നിലയിൽ അവരുടെ നിയോഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തളികയ്ക്ക് ഉപയോഗം വരുന്നത്, ഉപ്പിന് ഉപയോഗം വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉപ്പില്ലാത്ത ഒരു മലയാളിയുടെ വീടുമില്ല. ഉപ്പില്ലാത്ത ഏതെങ്കിലും വീട്ടുകാരുണ്ടോ എന്ന് കരം പൊക്കിയേ. ഇന്ന് ഉപ്പിട്ട ആഹാരം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കരം പൊക്കാട്ടെ. അല്പം അങ്ങനെ ഷുഗർ പ്രഷർ കൂടുതലാ പാസ്റ്റേ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒട്ടും ഇടുന്നില്ലെന്ന് പറയാനൊക്കത്തില്ല. അച്ചായൻ കാണാതെ അമ്മാമ്മ ഇടും, അമ്മാമ്മ കാണാതെ അച്ചായൻ ഇച്ചിരി ഇടും. അല്പമെങ്കിലും ആമയും പഞ്ചസാരയോ ഉപ്പോ ഇടാതെ കഴിക്കുന്ന പാർട്ടികൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഷുഗർ പിന്നെയും കൺട്രോൾ ചെയ്യുക നിലയിൽ, പക്ഷെ ഉപ്പിന്റെ കാര്യം അങ്ങനല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉപ്പും എല്ലാ വീട്ടിലും ഉണ്ട്. സ്തോത്രം. പിന്നെ തളിക എല്ലാ വീട്ടിലും ചിലപ്പോ പുതിയത് കണ്ടെന്ന് വരത്തില്ല. പഴയതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇടുന്നത്. ഇനി അച്ചായൻ ദുബായിന്നോ UK എന്നോ US എന്നോ ഒക്കെ പുതിയത് കൊണ്ടുവന്നെങ്കിലേ ചില വീട്ടിൽ പുതിയത് കാണുള്ളൂ. സ്തോത്രം. ഞങ്ങളുടെ ഭാഷകളിലൊക്കെ ചിലർ വരുമ്പോ ചിലതൊക്കെ കൊണ്ടുതരും. സ്തോത്രം. അതൊക്കെ ഞങ്ങൾ വരുന്നവർക്ക് ആ പുതിയ തളികയ്ക്കകത്ത് ചായയും സ്തോത്രം പിന്നെ കേക്കും ഒക്കെ മുറിച്ചു കൊടുക്കും. സ്തോത്രം. അങ്ങനെ അതങ്ങ് പഴയതാകും. അങ്ങനെ ഉപയോഗിച്ചെങ്കിലേ പുതിയത് പിന്നെയും വരത്തുള്ളൂ. ചിലര് പിന്നെ 50 കൊല്ലമായി കൊണ്ടുവന്നത് ഇപ്പോഴും അവിടെ തന്നെ വെച്ചിരിക്കുക, അത് എടുക്കാതെ. ഇനി എവര് ചത്താലും ആ തളിക ഇവരുടെ ആയുസ് എടുക്കത്തില്ല. സ്തോത്രം. അങ്ങനെ പലരുടെയും പണ്ട് കേടായി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സ്തോത്രം. നല്ല കുക്കിംഗ് റേഞ്ചും നല്ല മിക്സിയും ഒക്കെ വിദേശത്ത് നാട്ടിൽ കൊണ്ടുവന്ന് അവര് സ്തോത്രം ഉപയോഗിക്കാന്ന് വിചാരിച്ചാ കൊണ്ടുവന്നത്. പക്ഷെ വരണമെന്ന് വിചാരിക്കുമ്പോൾ വരാനൊക്കത്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞ 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ കൊള്ളാത്ത പരുവത്തിലായി പോയി. സ്തോത്രം. അങ്ങനെ വരരുത്. പുതിയത് ഉപയോഗിച്ചു കൊള്ളണം. ചിലര് പുതിയ സാരി ഉടുക്കത്തില്ല കിട്ടിയ. സ്തോത്രം. അതിങ്ങനെ അലമാരിൽ ഇങ്ങനെ താലോലിച്ച് സ്തോത്രം ചെയ്ത് വെച്ചേക്കും. ഇവിടെ ഇടുന്നുണ്ടോ? വളരെ ചെറിയ ഒരു ആയുസാണ്. എപ്പോഴാ നമ്മൾ പെട്ടി കയറുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ വളരെ തിടുക്കത്തിൽ കൈകാര്യം ചെയ്തോണം. അത് സാരി ആയാലും പിന്നെ നല്ല മീനായാലും സ്തോത്രം, നല്ല വണ്ടി ആയാലും വീടായാലും ഒക്കെ ഉപയോഗിച്ചോണം. വളരെ കുറച്ചാണ്. ഇന്ന് ഞാൻ ഒരു കൊട്ടേഷൻ കണ്ടു. ഒരു കൊച്ചിടുന്ന കൊട്ടേഷനാണത്. മണ്ണിലടിയിൽ പോകാൻ വേണ്ടി പോയി കിടന്ന് വിശ്രമിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് മണ്ണിന്റെ മേളിൽ നടത്തുന്നതെന്ന് ആ കൊച്ചെഴുതിയേക്കുന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ വന്ന് ഓരോ കൊട്ടേഷൻ പറയുന്ന പാർട്ടിയാണ്. ഇതാണ് അവൾ പറഞ്ഞേക്കുന്നത്. മണ്ണിനടിയിൽ പോയി വിശ്രമിക്കാൻ വേണ്ടി ആണ് മണ്ണിന് മുകളിൽ കഴിക്കുന്ന ഈ പോരാട്ടമല്ല എന്നാ പറഞ്ഞേക്കുന്നത്. വളരെ കൊച്ചാ. 12 വയസ്സ് ഉണ്ടോന്നും തോന്നുന്നില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് കൊട്ടേഷൻ ഉണ്ടോ ആരുടെയെങ്കിലും സഹായത്തോടെയും ചിലപ്പോൾ ഇട്ടെന്ന് വരാം. എന്നാലും അവൾ ബുദ്ധിശാലിയാണ്. വാസ്തവത്തിൽ അതാണ് ശരി. മണ്ണിനടിയിൽ പോയി കിടക്കാൻ വേണ്ടി ഇവിടെ മണ്ണിന് മുകളിൽ കിടന്ന് പോരാടുക നമ്മൾ. അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയൊരു ആയുസാണ്. നല്ലത് വല്ലതും കഴിക്കണം. സ്തോത്രം. മക്കൾക്ക് കൂട്ടി വെച്ചാലും അവസാനം ഒരു ഹോം നേഴ്സിനെ അവർ സംഘടിപ്പിക്കും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഇനി വരുന്ന കാലത്ത്. അതുകൊണ്ട് അത്യാവശ്യം അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കി സുവിശേഷ വേലയ്ക്കും കൊടുത്ത് വല്ലതും ചൊവ്വേ നേരെ ആഹാരമൊക്കെ കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സ്തോത്രം സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ചേരാൻ വേണ്ടി ഒരുങ്ങിക്കോണം. നിങ്ങളുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം. അപ്പൊ പുതിയ തളികയ്ക്കകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പ്, എണ്ണ, സ്തോത്രം. ഹല്ലേലൂയാ. അപ്പൊ അത് ദൈവാത്മാവ് നിയോഗിക്കുന്നതിനനുസരിച്ച് അതൊരു അടയാളം പോലെയാണ്. അത്തിപ്പഴക്കെട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. യെശയ്യാവ് പറഞ്ഞു അത്തിപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു, അതിന്റെ കെട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ പറയാണ് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും നടത്തിപ്പുകാരന്, പ്രാർത്ഥിക്കുന്നവന്, പുതപ്പുള്ളവന്
അഭിഷേകമുള്ളവന് നിയോഗത്തോടൊരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അങ്ങ് ചെയ്യുക. അതിനകത്ത് ദൈവത്തിന്റെ ഒരു കരം ചലിക്കും. ദൈവത്തിന്റെ ഒരു കരം ആ വിഷയത്തിൽ ചലിക്കും. ആമേൻ, സ്തോത്രം. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവർ അതിൽ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരറിവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. അപ്പൊ അതിന്റെ റൂട്ട് എവിടാന്ന് ആര് കാണുകയാണ്? എലീശ. എവിടെയാണോ ഈ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു, അതിന്റെ ഉത്ഭവം എവിടെയാണ്, അതിന്റെ സോഴ്സ് എവിടെയാണ്, അതിന്റെ അടിസ്ഥാനം എവിടെയാണ്, അവിടെ കൊണ്ടുവന്ന് ഉപ്പിടുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. യു കെയില് ആണ് അതിന്റെ ഉറവയെങ്കിൽ US ഇട്ട കാര്യം നടക്കത്തില്ല, UK തന്നെ ഇട്ടെങ്കിലും പറ്റും. ബാംഗ്ലൂരാണ് അതിന്റെ ഉറവയെങ്കിൽ കേരളത്തിൽ ഇട്ടാ പറ്റത്തില്ല, ബാംഗ്ലൂരിൽ തന്നെ ഇട്ടെങ്കിലേ പറ്റും. സ്തോത്രം. റാന്നിയിലാണ് അതിന്റെ ഉറവയെങ്കിൽ, സ്തോത്രം, ആമേൻ, അത് പത്തനംതിട്ട ഇട്ട കാര്യം നടക്കത്തില്ല. ഞാൻ പറയുന്ന സെൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എവിടെയാണോ ചീത്തയാക്കുന്ന ആ വിഷയം, എവിടെയാണോ അതിന്റെ റൂട്ട്, എവിടെയാണോ ആ ബന്ധനം, എവിടെ നിന്നാണോ ആ പോരാട്ടം, എവിടെ നിന്നാണോ ആ ദുർവർത്തമാനം, എവിടെ നിന്നാണോ ആ വാട്സാപ്പ് മെസ്സേജ്, എവിടെ നിന്നാണോ നിനക്കെതിരെ ആമേൻ ദൂഷണം പറയുന്നത്, ആ മണ്ഡലം ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിന്റെ റൂട്ട് മനസ്സിലാക്കി ഒപ്പിടാൻ തയ്യാറാകും. കുടാരാബാല ഹത്തുര മദലാദയക്ഷാര ജനാദി അംബരവാച വേദഗന്ധ മൽക്കുട ജഗതര ജഗതര ജഗന്തര ജഗനം. ഹല്ലേലൂയാ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതായത് അതിന് ബൈബിളിലെ നമ്മൾ തെളിവുകൾ പറഞ്ഞാല്, സ്തോത്രം, ഈ ഗദരദേശത്ത് ഭൂതഗ്രസ്തനോട് കർത്താവ്, ഈ ഭൂതഗ്രസ്തൻ ചെന്നു കുനിഞ്ഞു വീണ് നമസ്കരിച്ചു. പിന്നെ ദൈവോത്രനാണ് നീ, എന്നെ ദണ്ഡിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ പേരെന്തുവാണ്? ഈ ഭൂതം പിടിച്ചവനോട് പേര് ചോദിച്ചിട്ട് എന്തോ പാസ്റ്ററെ കാര്യമെന്ന് ഒരമ്മ ചോദിച്ചാൽ എന്തോ ആൻസർ പറയും? ഭൂതം പിടിച്ചവന് പിന്നെ അവന്റെ പേരെന്തുവാ യേശുവെ ചോദിക്കുന്നത് എന്ന് പാസ്റ്ററായ ഞാൻ യേശുവിനോട് ചോദിച്ചാൽ യേശു പറയാം, നീ മിണ്ടാരിയടാ, എനിക്കറിയാൻ കാര്യം എന്ന് പറയും. മനസ്സിലായോ? ഉടനെ അവൻ പറയാണ്, ഞങ്ങളെ പലരാണ്, സ്തോത്രം, എന്റെ പേര് ലഗ്യോൻ എന്നവൻ പറഞ്ഞു. അത് വെളിപ്പെടാനാ യേശു ചോദിച്ചു. യേശുവിന് അതറിയാം അവൻ ലഗ്യോനാന്ന്. അത് അവന്റെ നാവ് കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത്, റൂട്ട് കണ്ടെത്തുക എന്നുള്ളത് യേശുവിന്റെ പദ്ധതിയാണ്. റൂട്ട് കണ്ടെത്തുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ ശമര്യക്കാരത്തി സ്ത്രീ വെള്ളം കോരാൻ വന്നു. കർത്താവ് വെള്ളം ചോദിച്ചു. യേശുവിന് അവളെ രൂപാന്തരപ്പെടുത്തണം, ദൈവസഭയുടെ ഭാഗമാക്കണം. ശമര്യയും യേശുവിന് വേണ്ടതാണ്. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ ജനവും വേണം. അപ്പോ അവളിങ്ങനെ മൂടി നിന്ന് നോക്കിയതാ. പക്ഷെ മൂടലൊന്നും യേശുവിന്റെ അടുക്ക പറ്റിയില്ല. കർത്താവ് ആ റൂട്ടിൽ കയറി പിടിച്ചു. സ്തോത്രം. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതായിരുന്നു ആ റൂട്ട്. മനസ്സിലായില്ലേ? ശമര്യക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തിൽ ആ റൂട്ട് എന്ന് പറയുന്നത് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന കാര്യമാണ്. കാര്യം അത് പറയുമ്പോ ബാക്കിയെല്ലാം ഇങ്ങനെ നെല്ലിക്കാച്ചാക്ക് കുത്തഴിച്ചിടുന്നത് പോലെ ഇങ്ങനെ പുറത്ത് വരുമെന്നുള്ള കാര്യം ആർക്കറിയാം? യേശുവിനറിയാം. അപ്പൊ പറഞ്ഞ് എനിക്ക് ഭർത്താവില്ല. അപ്പൊ പറഞ്ഞ് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ നിനക്ക് ഭർത്താവില്ല, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനുമല്ല. അപ്പോ ഭയങ്കര ഒരു കീറങ്ങ് കീറി. അതോടുകൂടെ അവർക്ക് മനസ്സിലായി, ഇത് നമ്മൾ വിചാരിക്കുന്ന പാർട്ടി അല്ല. സ്തോത്രം. ആ റൂട്ടേ കയറി കർത്താവ് പിടിക്കുകയാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയം, നമ്മുടെ ബന്ധനം, ആ പൈശാചിക മണ്ഡലത്തിന്റെ റൂട്ട്, ആ ജഡീക സ്വഭാവത്തിന്റെ റൂട്ട്, നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ആ വ്യക്തിയുടെ റൂട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെട്ട് വരുന്നത്.
മൂന്ന് മനസ്സിലാവുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ചിലപ്പോഴെങ്കിലും പറഞ്ഞൊരു ദൃഷ്ടാന്തമുണ്ട്, ചിലർക്ക് ഓർമ്മ കാണും. സ്തോത്രം, ഹല്ലേലൂയ. 2010 ഞാൻ ഖത്തറില്, ലീലാമാൻഡിക്ക് അറിയാം, സ്തോത്രം, ദോഹ ചർച്ച് ഓഫ് ഗോഡിൽ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ട് കടന്നു പോകാനിടയായി. സ്തോത്രം, 2010 ഡിസംബറിലാണ്. ഹല്ലേലൂയ. ചർച്ച് ഓഫ് ഗോഡിലെ ബെൻസമത്തായി പാസ്റ്റർ ആണ് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചത്. സ്തോത്രം, 10 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടിയാണ്. 20 ദിവസം അവർ വെളിയിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ദിവസം അവരുടെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി. സ്തോത്രം, മത്തായി പാസ്റ്ററാണ് എന്നെ ശുപാർശ ചെയ്തത്, പുള്ളിയുടെ പിതാവ്. സ്തോത്രം, അവരുടെ വീട്ടിലെ ഫാസ്റ്റിംഗ് പ്രയറിൽ ശുശ്രൂഷിച്ചത് നിമിത്തം. സ്തോത്രം. അപ്പൊ ഞാന് അവിടെ ആ വിളി വരുന്നതിന് മുമ്പ് തലേ ആഴ്ചയിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു, സാമ്പത്തികമായ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. പുതിയൊരു പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നു, അതിന്റെ അത് പ്രസിദ്ധീകരണം നടത്തണം, അതിനുള്ള വഴികളില്ല. എന്താണ് ഇതിന് തടസ്സം? ആരാണ് ഇതിന് തടസ്സം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അത് വ്യക്തമാക്കി തരണം. അപ്പോഴാണ് അന്ന് രാത്രിയിൽ കർത്താവ് ഒരു വെളിപ്പാടിനെ കാണിക്കുകയാണ്. സ്തോത്രം. എന്റെ ഒരു പരിചയക്കാരൻ വെറും പരിചയക്കാരനല്ല, സ്നേഹിതനാണ്. അദ്ദേഹം ഒരു ബ്രീഫ് കേസും പിടിച്ചുകൊണ്ട്, പഴയ എക്കോലാക്കിന്റെ പെട്ടി, ഗൾഫിൽ പോകുന്നവർക്ക് അറിയാം, ആ പെട്ടിയും പിടിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുകയാണ്. അതൊരു ക്യൂ ആണ്. അദ്ദേഹം മാറാതെ എനിക്ക് പോകാനൊക്കത്തില്ല, ഞാൻ അദ്ദേഹത്തിന്റെ പുറകിലാണ്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. സ്തോത്രം, എന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം ഇദ്ദേഹമാണ്. പക്ഷെ എനിക്ക് പറയാനൊക്കത്തില്ല, കാര്യം ഞങ്ങൾ സ്നേഹിതരാണ്, ഇയാളാണ് എന്റെ വഴി അടച്ച് നിൽക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്തു? രാത്രി 2 മണി മുതൽ 3 മണി വരെ 1 മണിക്കൂർ ഞാനും ഭാര്യയും കൂടെ അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള തടസ്സം നീ മാറ്റിത്തരണം. സ്തോത്രം. ആള് ചത്തതൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചാകുന്ന ആളുമല്ല, ചാകാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിച്ചതും. നമുക്ക് തടസ്സം ഉണ്ടാക്കുന്നത് പിശാചാണല്ലോ. ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമുണ്ടോ? ഇല്ല. അപ്പൊ പൈശാചിക മണ്ഡലമാണ്. ചുരുക്കത്തിൽ പറഞ്ഞ 30ാമത്തെ ദിവസമാണ് ഇനി ബലിസമത്തായി പാസ്റ്റർ വിളിക്കുന്നത്. ആന്റി ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും ഈ സംഭവം കേൾക്കുന്നത്, രാമാന്റി. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാത്രി 2 മണി മുതൽ 3 മണി വരെ 1 മണിക്കൂർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ നന്മയ്ക്ക് തടസ്സമായി നിന്ന പൈശാചിക മണ്ഡലത്തെ ദൈവം ശാസിച്ചു. അതാണ് റൂട്ട് കണ്ടെത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ നന്മയ്ക്കെതിരായി, നിങ്ങളുടെ അവകാശങ്ങൾക്കെതിരായി, നിങ്ങളുടെ ശരീരത്തിലെ വിടുതലിനെതിരായി, രോഗബന്ധനങ്ങൾക്കെതിരായിട്ട്, അതിന്റെ ശരീരത്തിന്റെ സ്വസ്ഥതയ്ക്കെതിരായി, വിവിധ നിലകളിൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ മുന്നേറാൻ കഴിയാതെ, ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ നിലവാരങ്ങളിൽ ചിലത് പിശാചും മനുഷ്യനും ഒക്കെ ചേർന്ന് ചെയ്തിട്ടുണ്ടോ, അതിന്റെ റൂട്ട് വെളിപ്പെടാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് റൂട്ട് വെളിപ്പെട്ടെങ്കിൽ അത് വിടുതലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, പല കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കാര്യം നമ്മൾ ഒരു ദൂത് പറയുന്നതിന്, തലേ കൈവച്ചൊരു ദൂത്, പ്രവചന ദൂത് പറയുന്നതിനേക്കാൾ നല്ല ഇതാണ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചാട്ടെ. ലഗ്യോന്റെ റൂട്ട് കർത്താവ് കണ്ടെത്തി പറഞ്ഞു വിട്ടു. ശമര്യ സ്ത്രീയുടെ റൂട്ട് കണ്ടെത്തി, അവൾ സ്വതന്ത്രയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ്, വെളിച്ചപ്പാട് ഉള്ള സ്ത്രീയുടെ ആ റൂട്ട് ആര് കണ്ടെത്തിയെന്നറിയാമോ? പൗലോസ് തിരിഞ്ഞ് മുഷിച്ചു നോക്കി ശാസിച്ചു. മനസ്സിലായില്ലേ? അപ്പോ അതിന് ചില ദിവസങ്ങൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന്റെ അടിസ്ഥാനപരമായ മണ്ഡലങ്ങളെ ശാസിച്ചു. അതുപോലെ നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും സ്വസ്ഥതയ്ക്കും ശുശ്രൂഷയ്ക്കും യാത്രയ്ക്കും പഠനത്തിനും ഭാവിക്കുമൊക്കെ വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുടെ റൂട്ടുകൾ ഈ ദിവസങ്ങളിൽ കണ്ടെത്താൻ ഏൽപ്പിക്കപ്പെടണം. പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിക്കണം, ആഴങ്ങൾ കണ്ടുപിടിക്കണം. ഇടകഞ്ചബല, അരകണ്ഠബല, ദീപാരചകന, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ പേര് പറയാറുണ്ട്. അതായിരിക്കും അവരുടെ വീട്ടിലെ ആളുകൾ. സ്തോത്രം.
ചിലരുടെ അക്ഷരങ്ങൾ പറയാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ ആമേൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ആമേൻ എന്തെങ്കിലും കാരണങ്ങളുണ്ട് ചീത്തയാകുന്നതിന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ റൂട്ട് കണ്ടെത്തി പ്രാർത്ഥിക്കണം. ആമേൻ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അപ്പൊ അവിടെ ഇട്ടു, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. എന്തോ? ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? എലീശ പറഞ്ഞ പ്രയോഗം ഇതാണ്, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. ആമേൻ. ഏലിയാവ് പ്രാർത്ഥിച്ച് വെള്ളത്തെ അടച്ചു, മഴയടച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ച് മഴ പെയ്ച്ചു. പക്ഷെ എലീശ കേടായ വെള്ളത്തെ റിപ്പയർ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്ന ഭാഷ നമുക്ക് മനസ്സിലാകാൻ അത്തരം പദങ്ങൾ പറയുന്നേ. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ദൈവശക്തിയുള്ളവന് ഏലിയാവിനായാലും ഏലീശായ്ക്കായാലും പൗലോസിനായാലും പത്രോസിനായാലും തങ്കച്ചാനായാലും തോമാച്ചാനായാലും മേഴ്സിക്കായാലും ലിസിക്കായാലും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരഭിഷേകത്തിന്റെ അധികാരമുണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ, ചിലതിനെ നിങ്ങൾക്ക് ആമേൻ പഥ്യമാക്കാൻ കഴിയും. എന്താ നിങ്ങളുടെ വീട്ടിലെ പഥ്യമാകാത്ത വിഷയം? എന്താ നിങ്ങളുടെ ശരീരത്തിലെ പഥ്യമാകാത്ത വിഷയം? പഥ്യമാകുക എന്ന് പറഞ്ഞാൽ നല്ലതാകുക, ആമേൻ, ഗുണമുള്ളതായി മാറുക, ഉപയോഗമുള്ളതായി മാറുക, പ്രയോജനപ്പെടുക. അതാണല്ലോ. ചീത്ത പ്രയോജനപ്പെടുത്താൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിനോട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. സ്തോത്രം. കർത്താവേ, എന്റെ തലമുറയിൽ, എന്റെ വീട്ടിൽ, എന്റെ നന്മയിൽ, എന്റെ ജോലിയിൽ, എന്റെ സഭയിൽ, എന്റെ ശുശ്രൂഷയിൽ ചിലത് പഥ്യമാകാനുണ്ട്. ആമേൻ. ചിലത് പഥ്യമാകാനുണ്ട്. ആമേൻ. പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ഇത്തരം വിഷയങ്ങൾ കാണും. നിങ്ങൾ വിചാരിക്കരുത് പാസ്റ്റർ ഇതെല്ലാം പ്രസംഗിക്കുന്നപ്പോ അവിടെ എല്ലാം പഥ്യമാണോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പഥ്യമാകാനുണ്ട്. പക്ഷേ അത് ദൈവത്തിന്റെ സമയത്താണ് ദൈവം അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് വചനം ധ്യാനിച്ചിറങ്ങി ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഞാനായാലും നിങ്ങളായാലും ആമേൻ, സ്വത്രം, ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഇന്ന് ഉപയോഗമല്ലാത്തത് നാളെ പറയും, മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവൻ, ആമേൻ, അവനെ എന്റെ അരിക്കൽ കൊണ്ടുവരിക, സ്വത്രം, ഹല്ലേലൂയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ആമേൻ ചിലത് പഥ്യമാകാൻ പോകുകയാണ്. ചീത്തയായത്, ഉപയോഗമില്ലാത്തത്, കൊള്ളത്തില്ലെന്ന് വിധിച്ചത്, ആമേൻ, ആർക്കും വേണ്ടാത്തത്, കുടിക്കാൻ കൊള്ളാത്തത്, കുളിക്കാൻ കൊള്ളാത്തത്, പകരാൻ കൊള്ളാത്തത്, തഴഞ്ഞിട്ടിരിക്കുന്നത്, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ പഥ്യമായി മാറട്ടെ. ചില തലമുറകൾ പഥ്യമായി മാറട്ടെ. അവരുടെ പഠനങ്ങൾ പഥ്യമായി മാറട്ടെ. സഭകൾ പഥ്യമായി മാറട്ടെ. കലഹമുള്ള സഭകൾ പഥ്യമായി മാറട്ടെ. കലഹമുള്ള ജോലി പഥ്യമായി മാറട്ടെ. കലഹമുള്ള വീട് പഥ്യമായി മാറട്ടെ. എല്ലാ ആമേൻ, സ്തോത്ര, പഥ്യമല്ലാത്ത മണ്ഡലങ്ങളും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ എലീശ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആമേൻ, കർത്താവേ, ആമേൻ, ഞങ്ങളുടെ വീടുകളിൽ ചിലത് പഥ്യമാകട്ടെ, ഞങ്ങളുടെ സഭകളിൽ ചിലത് പഥ്യമാകട്ടെ, ഞങ്ങളുടെ ആലയത്തിൽ ചിലത് പഥ്യമാകട്ടെ, ഞങ്ങളുടെ ദേശത്ത് ചിലത് പഥ്യമാകട്ടെ. സ്തോത്രം. ഇതിനാൽ ഇനി മരണവും ഗർഭനാശവും ഉണ്ടാകത്തില്ല. അപ്പൊ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക? തുടർച്ചയായിട്ട് മരണം നടന്നുകൊണ്ടിരിക്കുക, ഗർഭനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് രണ്ടർത്ഥത്തിൽ നമ്മൾ കാണണം. ഗർഭനാശം എന്ന് പറയുമ്പോൾ പൂർണ്ണ വളർച്ചയിൽ എത്താതെ തകർന്നു പോകുന്നു എന്നതിനെ നമ്മൾ ആ അർത്ഥത്തിൽ കാണും. മരണം എന്ന് പറയുമ്പോൾ പ്രായമുള്ള അല്ലെങ്കിൽ യൗവനക്കാരനായ ഏറെ വളർന്നത്, സ്തോത്രം, ഏറെ പ്രയോജനപ്പെടാൻ ഉണ്ടായിരുന്നത്,
വറക്കമുറ്റിയത്. ആ പദമാണ് നല്ലത്. അവൻ 20-ാമത്തെ വയസ്സിൽ തകർന്നു പോയി. പക്ഷെ അവൻ നിന്നിരുന്നെങ്കിൽ എനിക്കൊരാശ്വാസമായിരുന്നു എന്ന് നമ്മൾ പറയത്തക്കതുപോലെ ആമേൻ അത്തരം വിഷയങ്ങൾ മരണവും ഉണ്ടാകത്തില്ല. ഇനി അടിസ്ഥാനപരമായി ഉദരത്തിനകത്ത് വെച്ച് ഗർഭപാത്രത്തിനകത്ത് വെച്ച് വൃക്ഷത്തിന്റെ ആ മുളയിൽ വെച്ച് അത് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. രണ്ടും സ്തോത്രം അതിന്റെ മേൽ അതിനെ ചീത്തയാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവ് ശാസിക്കും. ഇന്ന് രാത്രിയിൽ ചിലർ ഈ വചനമാഴത്തിൽ വിശ്വസിച്ചു. വീടിനകത്ത് ചിലത് പദ്യമാകും, ശരീരത്തിൽ ചിലത് പദ്യമാകും, കമ്പനിയിൽ ചിലത് പദ്യമാകും, ഓഫീസിൽ ചിലത് പദ്യമാകും, സഭയിൽ ചിലത് പദ്യമാകും, ശുശ്രൂഷയിൽ ചിലത് പദ്യമാകും, സാമ്പത്തിക മണ്ഡലത്തിൽ ചിലത് പദ്യമാകും. യേശുവിന്റെ നാമത്തിൽ ചിലത് പദ്യമാകാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഘടകമനരികം ഇതല ഘടകന്തൽ ഘടകം മുഖമനതുനക്കട്ടി അവലന്തരാത കെട്ടി അമർജാരവട്ടി വേദമട്ടുരാ കെട്ടി ചുണ്ടപ്പലക്കോ മാതം ഉടക്കോ രാജം അടക്കോ വേദം ഇടുക്കോ രാജം അടിച്ചാവാദം വേദവന്തി വരവിന്ദ വരിവിന്ദ ലക്കടി മച്ചി തെല്ല പട്ടുമല്ല ചുതം ചുടുകമ്പട പച്ചമത്തുരാഞ്ചം കതി കടാമിനി കർമ്മി കാതലപ്പാട്ടം വേദമടകയം മഷം മിസം മുറനസില്ലാഹി മേജ ദോണ്ടി റുക്കി മിനാസിലിയ പടാജരാതകസ്തരാജനാദി ഉടപര ജലകഷ അസ്തുരപ്പര അധരബലപരബലഭ ശബത്തരബലപരബല ഭദ്ധാരബല ഹന്തുര ഘടകജമനരകജന ബൗഡജാര ഘടകക്ഷകസ്തരാജന. ദൈവാത്മാ പൊതുവിലാണ് ഇടപെടുന്നത്. ചിലരുടെ ഭവനത്തിനകത്ത് ചില കയ്പുകൾ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ 2012 അവസാനിക്കുന്നതോടു കൂടെ ചില കയ്പുകളും അവസാനിക്കും. ഇവിടെ പറയുന്ന ചില ചീത്തയായ വിഷയങ്ങൾ വഴിമാർ നല്ലതിന് വഴിമാർ. ഇവിടെ പറഞ്ഞ കഥ രാജം വൈഡാചാരകക്ഷ ഹസ്തരജാന. ഇംഗ്ലീഷ് ലെറ്ററിൽ W എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തികളോ ആ തരത്തിലുള്ള പേരുകള് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ പ്രത്യക്ഷത്തിൽ ഈ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല, ആത്മക്കണ്ണിലാണ് പറയുന്നത്. W എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളോ വിഷയങ്ങളോ അതിനകത്ത് ദൈവത്തിന്റെ കരം ചലിച്ച് ഒരത്ഭുതം നടക്കുമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഉടവുടികാര മലദൂരങ്കര കാതുലകട കണ്ടകുട്ടി ഘട്ടമച്ച തുരഘടകച്ചനും. ചിലരോടുള്ള ബന്ധത്തിൽ ചില പേപ്പർ വർക്കുകൾ നടക്കും. ഇടപരകര റികക്ഷാധാര ധീരകന്ധര ജഗൽഘടകം എന്ന് പറഞ്ഞാൽ മെയിലുമായി ബന്ധപ്പെട്ട്, ഓഫീസുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട്, ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട്, ഫയൽ അല്ലെങ്കിൽ മെയില്, അങ്ങനെ ഇപ്പൊ പല നിലകളിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ ആത്മാവ് ചീത്തയായി പോയോ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ ചീത്തയാകത്തില്ല. ദൈവത്തിന്റെ കരം അതിന്റെ മേൽ വെച്ച് ചിലതിന് നീക്കുപോക്കുണ്ടാകും. ഉടാവി, ഉപരാതി, മനതാരി, മരിവേത്, കലവാന്ത്, കടച്ചപ, കാമിത്തട്ട്, മർമരാഗജം, മർവരഗജനാഥം, മടജിരാജഗത്തം, ഉന്മൈട്ടലോഹിടി, മിരിക്ഷതേനം, ദരക്ഷകര ജഗസ്തരം. ചിലരുടെ നന്മകളുമായി ബന്ധപ്പെട്ട് ഉടപരജാലകസ്തന വഴി അടഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇനിയും ഒരു വിടുതലില്ല നന്മയിൽ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ആത്മാവ് പറയുന്നു അടവരകസ്തരാക്ഷാരാജാന, ആ വഴികൾ അങ്ങനെ അടയത്തില്ല. ചില റിപ്പയറിങ് നടന്ന് എന്റെ ഭാഷയിൽ ഞാൻ പറയാണ്, ചില ക്രമങ്ങൾ അതിനകത്ത് വെളിപ്പെട്ടു വന്നിട്ട് പുതിയ ചില ഉറവകൾ, ഇപ്പൊ ചീത്തയായ വെള്ളം എങ്ങനെ പുത്തനായി മാറിയോ അതുപോലെ ചില ഉറവകൾ ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് ഈ ആണ്ടിൽ ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഉടിവാ ഉപര ഉപന ഉദര ഉടക ഉന്തരാഗി മകി മലത്തി മൽമർമനവസീയാദം. ചിലരുടെ തലമുറകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പെൺ തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരുതലുകൾ ദൈവാത്മാവ് അയക്കും. പെൺ തലമുറകളുമായി ബന്ധപ്പെട്ടാണ്.
ഉടിബ ഓരക ജാന ധീര വിശ്വസിക്കുന്നവരതൊക്കെ സ്വത്രം പറഞ്ഞ് ഏറ്റെടുത്തു കൊള്ളണം. അവിധി അവനത അപലഘടകവരത്തുന ധിരഗന്ധ ഗുരുഗജനം. ഒരിക്കലും വ്യാഖ്യാനിക്കാത്തതുപോലെയാണ് ഞാൻ ഇന്ന് ആ വചനം വ്യാഖ്യാനിച്ചത്, പ്രാർത്ഥിച്ചു. ഉടവരകന ധ്യാനിച്ചില്ല, ധ്യാനിച്ചത് ഇവിടെ ഇന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ധ്യാനിക്കുന്നത്. ഉദാരപാരഗാതന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവ് തന്ന് നടത്തിയ ചില ചിന്തകളാണ്. ബീജബീജകസ്തര ജനാദിയാന സജീവത്തിപ്പാശോട് ആത്മാവ് ഇടപെടുന്നത്. ചില വിഷയങ്ങളിൽ നീ പകച്ചു നിൽക്കും, എന്നാൽ ആത്മാവ് പറയുന്നു ചീത്തയായതുപോലെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരമാഴത്തിൽ ചലിച്ച് ഇടവരകസ്തരാജകന വീണ്ടും ഒരു ദൈവപ്രവർത്തി നടക്കത്തക്കതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയും. ഘടകമലകഥനാദി ഘടകം, ഇംഗ്ലീഷ് ലെറ്ററിൽ ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. ശതവിതര ഘടകട്ടി ഘട്ടൻ രാജനാദി ഘടകഥന. ചിലതിനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് കുറ്റിയടിച്ച് ഉറപ്പിച്ചതുപോലെ ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ആത്മാവ് പറയുന്നു ആ കുറ്റി പിഴും. ഉടപാരകസ്ഥന വീണ്ടും അരാജകൻ ഒരു വിശാലതയിലേക്ക് ആത്മാവ് പറിച്ചു നട്ടു മാനിക്കുന്നത് പോലെ ദൈവാത്മാവ് നടത്തുന്ന മണ്ഡലങ്ങളുണ്ട്. കഥവാദവേദഗതികരകാതിമാല ദുനാദുനീതാരാധവി വേമതോരജാന. ശരീരത്തിൽ ചില അസ്വസ്ഥതകളിട്ട് ഇടപരജഗതരാജകസ്ഥന ചില ദിവസങ്ങൾ വീട്ടിൽ കിടത്തുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില പൂരുകളുണ്ട്. അതിനെ ആത്മാവിൽ ശാസിച്ചുകൊള്ളാൻ ദൈവാത്മാവ് ദൂത് പറയും. കടികമിലകധനകടകട്ടി കണ്ടകിട്ട കട്ടുകില്ല മല്ല് ചെല്ല് തേര്. വാരി വീതരം പരവിതരം പരവിതരം പരവതരം പരവതരം വാരി വിതറി കൊടുക്കത്തക്കതുപോലെ കരങ്ങളെ ഞാൻ ബലപ്പെടുത്തും. ചില വിളികൾ വെളിപ്പെട്ടു വരാനുണ്ട്. ചില പേപ്പർ വർക്കുകൾ നീങ്ങും. ചില വൈദേശിക രാജ്യങ്ങളെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. US പോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രവർത്തിപ്പാൻ എന്റെ കരം കൂടെയുണ്ടെന്ന് രാത്രിയിൽ. ചില വെള്ളങ്ങൾ ചീത്തയാകും, ചില ദേശങ്ങളുടെ ചീത്തയാവസ്ഥകൾ മാറും, ചില കുടുംബങ്ങളിലെ ആമേൻ പദ്യമല്ലാത്ത മണ്ഡലം മാറും, ചില തലമുറകളിലെ പദ്യമല്ലാത്ത മണ്ഡലം മാറും, മരണം മാറും, ഗർഭനാശം മാറും. ഉടവരാജകസ്തരാജന വാഗ്ദത്ത ദേശമാണ്, വാഗ്ദത്തമുള്ള ജനമാണ്. ദൈവം അവരെ മുമ്പിൽ നടത്തിയതാണ്. ക്ഷകാജലഘടക എന്നാൽ പ്രത്യേക ഘട്ടത്തിൽ ആമേൻ അതിനെല്ലാം കേടുവന്നു പോയി. പക്ഷേ നിത്യമായി കേടുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തൊരു ചലനം ദൈവാത്മാവ് ദിവസങ്ങളിൽ ഏൽപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബിനോയ് മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച് സജി മാത്യു പാസ്റ്റർ ആശീർവാദം പറഞ്ഞു. ബിനോയ് മാത്യു മൂന്നാർ പാസ്റ്റർ പ്രാർത്ഥിച്ച കേൾക്കുന്നുണ്ടോ? ബിനോയ് മാത്യു പാസ്റ്റർ. പറഞ്ഞപ്പോഴെല്ലാം ബിനോയ് മാത്യു പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രിയിലും അതുപോലെ കർത്താവേ സ്തോത്രം. തിങ്കളാഴ്ച രാത്രിയിൽ ദൈവത്തിന്റെ പാദപീഠത്തോട് അടുത്ത് വന്ന് കർത്താവേ സ്തോത്രം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിപ്പാൻ